കർത്താവിൽ പ്രിയരെ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ ഡിസംബർ മാസത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ക്രിസ്താഗമനത്തിൻ്റെ സ്മരണകൾ നമ്മെ പുതുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2023 നാം പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്താഗമനത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ചും ക്രിസ്തു ജനനത്തിൻ്റെ ആ സ്മരണകൾ പുതുക്കുന്ന ദിനത്തോട് ഏറ്റവും നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകൾ കേട്ട സന്ദേശങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നു എന്ന് നാം മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് തിരിച്ചറിയണം. കാരണം എന്താണ് യഥാർത്ഥ ക്രിസ്മസ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, വചനമാകുന്ന വെളിച്ചം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടോ, നമ്മുടെ ജീവിത പാതയിലുണ്ടോ എങ്കിൽ മാത്രമേ ആ ഒരു അനുഭവത്തിൽ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും അതിൽ മാത്രം ആചാരങ്ങളിലും ഒതുങ്ങുന്നതാകരുത് നമ്മുടെ ക്രിസ്തുജനത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ സ്മരണകളും. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ ഒന്നുകൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കാം, വളരെ ബലമായി മുറുകെ പിടിക്കാം. വചനം നയിക്കുന്ന പ്രകാരം, വചനം ആവശ്യപ്പെടുന്ന പ്രകാരം, വചനം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം, പണിയാം. അതിനായി ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയും, ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്ന കർത്താവെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവിളയ്ക്കായി സ്തോത്രം. ക്രിസ്താഗമനത്തിൽ മൂന്നാമത്തെ ഞായർ ഞങ്ങൾക്ക് കാണുവാനും ഇന്നേ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമേ അങ്ങ് ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ തേജസ്സിനാൽ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളെ കാണുന്നു, അങ്ങ് ഞങ്ങളെ അറിയുന്നു. അവിടുത്തെ സ്നേഹം, കരുതൽ, വാത്സല്യം, എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ജീവിതനാളൊക്കെയും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും ദൈവം ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. നന്ദി പിതാവേ. നീ മതി യേശുവേ എന്ന ഈ ചാനലിലൂടെ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നൽകണമേ. രക്ഷയുടെ അനുഭവത്തെ നൽകണമേ. തിരുകൃപയെ ബലപ്പെടുത്തണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: മനുഷ്യൻ്റെ ജീവിതത്തെ ഇരുട്ടാക്കി തീർത്തത് എന്താണ്? മനുഷ്യൻ്റെ ജീവിതത്തെ ഇരുട്ടാക്കി തീർത്തത് എന്താണ്? അപ്പോൾ അതിന് ധാരാളം പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപം എന്നതാണ്. മനുഷ്യൻ്റെ പാപം. പ്രത്യേകിച്ച് ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എല്ലാവരോടുമുള്ള നിസ്സീവമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വചനം പഠിക്കുക, ഗ്രഹിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രായോഗിക പദത്തിൽ എത്തിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക. വചനത്തെ കേൾക്കുക മാത്രം ചെയ്യാതെ പ്രമാണിക്കുന്നവരായും ഇരിപ്പിനെന്നാണ് ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്രകാരമായി തീരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ചിന്താവിഷയം പ്രതീക്ഷ നൽകുന്ന രക്ഷ എന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന രക്ഷ. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സെഫന്യ പ്രവചന പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യഥാർത്ഥ സന്തോഷമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു സ്ഥിരതയില്ല, ഒന്നിലും പരിപൂർണതയില്ല, ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. ഒന്നിലും നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മനുഷ്യനിൽ വിശ്വാസമില്ല. മനുഷ്യന് ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ വിശ്വാസമില്ല. മനുഷ്യന് പ്രകൃതിയിൽ വിശ്വാസമില്ല. കാരണം മാറി മാറി വരുന്ന കാലാവസ്ഥകൾ. പണ്ടൊക്കെയാണെങ്കിൽ
ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അറിയാം, ഇന്ന മാസമാകുമ്പോൾ മഴയുണ്ടാകും, ഇന്ന മാസം വരുമ്പോൾ തണുപ്പുണ്ടാകും, ഇങ്ങനെയൊക്കെ പ്രഡിക്ഷൻസ് കറക്റ്റായിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്ത് ഒന്നും പ്രഡിക്റ്റ് ചെയ്ത് നിർണ്ണയിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എല്ലാം സെക്കൻഡ് വെച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളൊക്കെ സെക്കൻഡുകൾ വെച്ച് മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ നിയമങ്ങൾക്ക് എല്ലാം മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തൻ്റെ കണ്ണിന് ഇൻപമായി തോന്നുന്നത്, തൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന തരത്തിൽ എല്ലാറ്റിനും വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രം അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ എങ്ങനെ കൊണ്ടുപോയി മനുഷ്യനെ പാർപ്പിക്കാം എന്നുള്ള ആ ഒരു ഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അന്തം എന്താകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്താകുമോ? ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും ദൈവം തന്നിരിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് നല്ല ജീവിതം നയിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്താണ്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന, തലകീഴായി മറിക്കുന്ന ഒരു അനുഭവത്തിൽ ഇന്ന് ലോകത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആ വിഷയത്തിൽ പ്രവേശിക്കുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എന്താണ് അതിലെയൊക്കെ ഡിവൈൻ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഇന്ന് ഞാൻ സന്തോഷമില്ലാതിരിക്കുന്നുവെങ്കിൽ, എൻ്റെ കുടുംബത്തിന് സന്തോഷമില്ല എങ്കിൽ, ഇന്ന് നാം വസിക്കുന്ന ഈ ലോകത്തിന് സന്തോഷമില്ല എങ്കിൽ എന്തായിരിക്കും ആ സന്തോഷമില്ലായ്മയിലെ ദൈവിക പദ്ധതി? ഇതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സന്തോഷമില്ലായ്മയുണ്ട്, അതിന് നടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത എക്സ്പെക്റ്റേഷൻ വെച്ച് നമുക്ക് ലൈഫിൽ അടുത്ത ചൂട് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, വീട്ടിൽ ഇലക്ട്രിസിറ്റി പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ട സമയത്തായിരിക്കും കറണ്ട് പോകുന്നത്, ഇലക്ട്രിസിറ്റി ഓഫാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്ത് നമുക്ക് പെട്ടെന്ന് എന്താണ് അടുത്തിന് ഇലക്ട്രിസിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. കറണ്ട് എപ്പോൾ വരും? വാട്ട് ഈസ് ദെയർ പ്ലാൻ? എൻ്റെ വീട്ടിൽ വീണ്ടും കറണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട്, പവർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി അധികൃതരുടെ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയുടെ അടുത്ത പദ്ധതി എന്താണ്? ഇതറിഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്ത പ്രോഗ്രാം എൻ്റെ വീട്ടിൽ എന്താണ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അടുത്ത നെക്സ്റ്റ് വാട്ട് ഷുഡ് ഐ ഡു നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലൊരു ട്രാജഡി വന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, എൻ്റെ ദേശത്തിൻ്റെ ലോകത്ത് ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മഹാവ്യാധി വന്നിരിക്കുക, യുദ്ധം വന്നിരിക്കുകയാണ്. ഇതിലെ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? ഇതറിഞ്ഞാൽ മാത്രമേ അടുത്ത ചുവട് വെച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. BC 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകനായിരുന്നു സെഫന്യ പ്രവാചകൻ. സെഫന്യ പ്രവാചകൻ്റെ ഏകദേശം 3.5 അധ്യായങ്ങൾ, ആ പ്രവചന പുസ്തകത്തിലെ 3.5 അധ്യായങ്ങളിൽ ദൈവജനത്തിൻ്റെ കഷ്ടതയ്ക്കും സന്തോഷമില്ലായ്മയ്ക്കും കാരണം എന്ത് എന്നതിനെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 3 കാര്യങ്ങളെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുതൽ, അതായത് ജനത്തിൻ്റെ സന്തോഷത്തിനായി ദൈവം സകലവും നൽകുന്ന ഒരു ചിത്രം സെഫന്യ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്. ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്കാവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊന്നും സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല, അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ ചുറ്റുപാടുകൾ നമുക്കുള്ളിൽ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവം കരുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് ദൈവത്തിനെതിരായ വിപ്ലവം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ഈ ദൈവത്തിൻ്റെ എതിരായ വിപ്ലവം? സന്തോഷങ്ങളുടെ മധ്യേ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം കരുതുന്ന ദൈവമാണ്.
എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു. ഈ സന്തോഷങ്ങളുടെ മധ്യേ ദൈവിക വിഭവങ്ങൾ അനുഭവിച്ച് സന്തോഷമായിരിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ മധ്യേ തന്നെ ദൈവത്തെ നാം മറന്ന് ദൈവത്തിനെതിരായി നാം വിപ്ലവം സൃഷ്ടിക്കുന്നവരായി മാറുകയാണ്. അല്ലേ? ടേൺ എഗൻസ്റ്റ് ഗോഡ്, ദൈവത്തിന് എതിരായി തിരിയുന്ന ഒരനുഭവം. അതാണ് ഞാൻ വിപ്ലവം എന്ന പദം ഞാൻ യൂസ് ചെയ്തത്. ദൈവത്തോട് വിപ്ലവം കാണിക്കുന്ന മനുഷ്യൻ. നമ്മൾ ബൈബിളിൽ ആദ്യം മുതൽ പഠിച്ചു വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യൻ ദൈവത്തിനെതിരായിട്ട് വിപ്ലവം ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളെ നമുക്ക് വായിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിന് എതിരായി വിപ്ലവം സൃഷ്ടിക്കുന്ന മനുഷ്യൻ. മൂന്നാമത്തേത് ദൈവജനത്തിൻ്റെ പ്രവാസം. ഈ 3 ഘട്ടങ്ങളാണ് ദൈവജനത്തിൻ്റെ പ്രവാസം. അതായത് ജനം ദൈവത്തെ അനുസരിക്കേണ്ടതിനായി ദൈവം ജനത്തെ പ്രവാസത്തിലേക്ക് അയക്കുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളാണ്. 1 ദൈവത്തിൻ്റെ കരുതൽ, 2 ദൈവത്തിനെതിരായ വിപ്ലവം, 3 ദൈവജനത്തിൻ്റെ പ്രവാസം. ഈ പ്രവാസത്തിലേക്ക് അയക്കുമ്പോഴാണ് ജനം സന്തോഷമില്ലാത്തവരായി മാറുന്നത്. അല്ലേ? ഞാൻ ഇപ്പോൾ നേരെ തിരിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സന്തോഷമില്ലായ്മയ്ക്ക് കാരണമെന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം പ്രവാസത്തിലേക്ക് അയച്ചത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 3 ഘട്ടം. ദൈവം സകലവും നൽകിയപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ മറന്ന് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെതായ വിപ്ലവം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ആ അനുസരണക്കേട് വന്നപ്പോൾ ദൈവം അവരെ പ്രവാസത്തിലേൽപ്പിച്ചു. ഇവർ സന്തോഷമില്ലാത്തവരായി മാറുകയാണ്. ഇവിടുത്തെ കാതലായ ഏറ്റവും മർമ്മപ്രധാനമായ ചിന്തയെന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ, ലോകജനത്തിൻ്റെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം, ഞാൻ ഡിവൈൻ പദ്ധതിയെക്കുറിച്ച് പറയുകയാണ്, സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എക്സൈലാകുന്നു. EXILE, എക്സൈൽ എന്ന് പറഞ്ഞാൽ പ്രവാസം. ദൈവം മനുഷ്യനെ ലോകത്തെ പ്രവാസത്തേക്ക് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ലോക ജനത്തിന് എന്തില്ലാത്തത്? സന്തോഷമില്ലാത്തത്. കുടുംബത്തിനുള്ളിൽ സന്തോഷമില്ലാത്തത്, വ്യക്തികളിൽ സന്തോഷമില്ലാത്തത് നമ്മെ ദൈവം പ്രവാസത്തിൽ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഡിവൈൻ പദ്ധതി. ഈ പ്രവാസമാണ് സന്തോഷമില്ലായ്മയ്ക്ക് കാരണം. പ്രവാസം എന്നത് കഷ്ടതയാകുന്നു. പ്രവാസം എന്നത് കെട്ടപ്പെട്ട ഒരനുഭവമാണ്. പ്രവാസം എന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരനുഭവമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രവാസത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള പ്രവാസത്തിലാണോ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പാരൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രവാസത്തിലാണോ? ഒന്ന് സൂക്ഷ്മമായി നോക്കിയേ. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ഇവർ പ്രവാസത്തിലല്ലേ കഴിയുന്നതെന്ന്, ദൈവം ഇവരെ കഷ്ടതയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് നോക്കിക്കാണുവാൻ കഴിയുന്നില്ലേ? അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഒരു വേർപാടാകാം, കഷ്ടതയാകാം, വാട്ട് എവർ മേ ബി കാരണം അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്, അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഏതുമാകാം. അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കഷ്ടതയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പ്രവാസത്തിലാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു പ്രവാസം എന്നത് കഷ്ടതയാണ്. പക്ഷേ ഓർക്കുക, പ്രവാസത്തിന് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത്, ദൈവം നൽകുന്ന പ്രവാസം അത് നമ്മെ തകർത്ത് കളയുവാനല്ല. ആമേൻ, പ്രൈസ് ഗോഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന്. ദൈവം നമ്മെ കഷ്ടതയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നത്, പ്രവാസത്തിൽ ഏൽപ്പിക്കുന്നത് നമ്മെ തകർത്തു കളയുവാനല്ല, മറിച്ച് നമ്മെ പണിയുവാൻ വേണ്ടിയാണ്. ആമേൻ. നമ്മെ പണിയുവാൻ വേണ്ടിയാണ്, നമ്മെ പണിതെടുക്കുവാൻ, നമ്മെ ഒരുക്കിയെടുക്കുവാൻ, നമ്മെ പ്രിപ്പയർ ചെയ്യുവാൻ, നമ്മിലെ മലിനതകളെ, കറകളെ എല്ലാം നീക്കി നമ്മെ ഭക്തിയുള്ളവരായി, നമ്മെ വിശ്വാസമുള്ളവരായി, വിനയമുള്ളവരായി, വിശ്വസ്തതയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, വിവേകമുള്ളവരായി, അങ്ങനെ നമ്മളെ പണിതെടുക്കുവാൻ, ദൈവത്തെ അനുസരിക്കുന്ന മക്കളായി മാറുവാൻ, അതിനുവേണ്ടി നമ്മെ പണിതെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കഷ്ടതയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഈ ലോകത്തെ പ്രവാസത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഈ നമ്മുടെ രാജ്യത്തെ സഭകളെ പ്രവാസത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ പ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മെ പണിയുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് പ്രവാസം അനുവദിക്കുന്നു എങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ തത്വം വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. എന്നെ ദൈവം പ്രവാസത്തിൽ ഒരു കഷ്ടതയ്ക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഗോഡ് ലവ്സ് മീ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഒരാൾക്ക് കഷ്ടത കൊടുക്കുന്നു എങ്കിൽ, ശ്രദ്ധിക്കുക, എൻ്റെ മകൾക്കാകാം, എൻ്റെ മകനാകാം, ഞാനൊരു കഷ്ടത കൊടുക്കുന്നുവെങ്കിൽ ഐ ലവ് ഹർ, ഐ ലവ് ഹിം, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് ദൈവികമാണ്. സ്നേഹിക്കാത്തവർക്ക് കഷ്ടത കൊടുക്കാറില്ല. ജസ്റ്റ് അങ്ങനെ ലീവ് ഇറ്റ്, നമ്മൾ വിട്ടുകളയാറുണ്ട്. ദൈവം അങ്ങനെ വിട്ടുകളഞ്ഞ ഒരുപാട് ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. ദൈവം മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവരെ നരകത്തിനായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അവർ ഒരുക്കി കഴിഞ്ഞു. ദുഷ്ടത പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന, മറ്റുള്ളവർക്ക് കഷ്ടതയും വേദനയും ദുരിതവും നൽകുന്നവരെയൊക്കെ ദൈവം വിട്ടുകളഞ്ഞു. അവർ സുഖലോലുപരായിട്ട് ജീവിക്കുവാൻ വിട്ടുകളഞ്ഞു. ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ, സ്വാതന്ത്ര്യം പോലെ ചെയ്യുവാൻ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഓടുവാൻ, പ്രവർത്തിക്കുവാനൊക്കെ ദൈവം അവരെ വിട്ടുകളഞ്ഞു. നെവർ മൈൻഡ് ദാറ്റ് പീപ്പിൾ. കാരണം അവരെ നരകത്തിലേക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവജനത്തിന് കഷ്ടത തരുന്ന എന്തുകൊണ്ടാണ്? ഹീ ഈസ് പ്രിപ്പയറിങ് അസ്. നമ്മെ ഇങ്ങനെ ഒരുക്കിയെടുക്കുകയാണ്. നമ്മെ ഈ സകലത്തിലും, ആത്മാവിലും അതിനെ ഭൗതികതയിലും ഒക്കെ ദൈവം നമ്മെ ഇങ്ങനെ ഒരുക്കിയെടുക്കുന്ന ഒരു ചിത്രമാണ്. എത്ര ധന്യമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് എന്നെ നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളിന്ന് ഒരു പ്രവാസത്തിലാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. മകനെ, മകളെ, ഞാൻ നിന്നെ പ്രവാസത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമാണ് എന്നെ പ്രവാസത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് എനിക്ക് വരുന്നു എങ്കിൽ ദൈവനോട് സംസാരിക്കുക. ഓർക്കുക, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ പണിയുവാൻ മാത്രമല്ല, ദൈവത്തിന് എന്നെക്കൊണ്ട്, എൻ്റെ കുടുംബത്തെ കൊണ്ട്, ഈ ലോകത്തെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. ദൈവം എന്നെ ഒരുക്കുകയാണ് തൻ്റെ പദ്ധതികൾക്കായി. സെഫന്യാ പ്രവാചകനോട് ദൈവം പറയുന്നത് പ്രവാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തൻ്റെ ജനത്തെ പുനഃസ്ഥാപനം ചെയ്യുമെന്നതാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ദൈവം സെഫന്യാവിലൂടെ പറയുകയാണ്, ഈ കഷ്ടത, ഈ പ്രവാസം, ഇതിൻ്റെ അന്ത്യത്തിൽ ഞാൻ ഈ ജനത്തെ പുനഃസ്ഥാപനം ചെയ്യും. ഞാൻ ഈ പേഴ്സണെ, ഈ കുടുംബത്തെ, ഈ ദേശത്തെ ഞാൻ പുനഃസ്ഥാപനം ചെയ്യും. വീണ്ടും ശരിയായ ഒരു പാത്തിൽ കൊണ്ടുവന്ന് അവരെ ഞാൻ സ്ഥാപിക്കും. അവരെ ഒരുക്കിയെടുത്ത് അനുസരണമുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവത്തിൻ്റെ കൃപയുള്ളവരായി ഞാൻ അവരെ സ്ഥാപിക്കും. പുനഃസ്ഥാപനം ചെയ്യുന്ന ദൈവം, റീകൺസ്ട്രക്ഷൻ. ഇവിടെ പുനഃസ്ഥാപനം 2 ഘട്ടങ്ങളിലായി സംഭവിക്കുമെന്നാണ് സെഫന്യാ പ്രവാചകനിലൂടെ നൽകുന്നത്. അതൊരു ഉറപ്പാണ്. പുനഃസ്ഥാപനം അടുത്തും ദൂരെയും, റെസ്റ്റോറേഷൻ നിയർ ആൻഡ് ഫാർ. ഈ 2 തലത്തിലാണ് സെഫന്യാ പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുന്നത്. പ്രവാസത്തിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ പുനഃസ്ഥാപിക്കും 2 ഘട്ടങ്ങളിലായി. ഒന്ന് വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്, ഒന്ന് അല്പം കഴിഞ്ഞ് സംഭവിക്കുവാൻ പോകുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുവാനായി നാം പോകുന്നത്. ഒന്നാമത്തേത് റെസ്റ്റോറേഷൻ നിയർ എന്നുള്ള ഒരു ചിന്ത. പുനഃസ്ഥാപനം അടുത്ത്, നിയർ എന്നുള്ള കാഴ്ചപ്പാടിൽ. സെഫന്യാ പ്രവചന പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രയേലെ ആർപ്പിടുക, യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രയേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. ആമേൻ. ഇനി നീ അനർത്ഥം കാണുകയില്ല. ഇത് 1-ാമത്തെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇത് പ്രവാസത്തിൻ്റെ പുനഃസ്ഥാപനം, പ്രവാസത്തിന് ജനത്തെ പുനഃസ്ഥാപനം ചെയ്യുന്ന 1-ാമത്തെ ഘട്ടമാണ്. ഇത് സംഭവിക്കുന്നത് ബാബിലോണിലെ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം, പ്രവാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൈവം പേർഷ്യൻ രാജാവിനെ എഴുന്നേൽപ്പിക്കുകയാണ് ബാബിലോണിനെതിരായിട്ട്. അങ്ങനെ പേർഷ്യൻ രാജാവ്, ചക്രവർത്തി വന്ന് ബാബേലിനെ കീഴ്പ്പെടുത്തി യഹൂദ ജനത്തെ സ്വതന്ത്രരാക്കി വിടുകയാണ്. അടിമത്തത്തിൽ കിടന്ന
കഷ്ടതയിൽ കിടന്ന് ഈ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞ ജനത്തെ ഈ പേർഷ്യൻ രാജാവ് സ്വതന്ത്രരാക്കി വിടുകയാണ്. ഈ സ്വതന്ത്രരാക്കി വിട്ടപ്പോൾ ഇവർ എവിടേക്ക് വരികയാണ്? വീണ്ടും തങ്ങളുടെ സ്വന്തം ദേശമായ ദൈവം തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വരികയാണ്, കനാൻ ദേശത്തേക്ക്. അവിടെ മടങ്ങി വന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്നു. നഷ്ടപ്പെട്ട സന്തോഷം അവർക്ക് തിരികെ ലഭിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പുനഃസ്ഥാപനം. ഈ പുനഃസ്ഥാപനം സംഭവിക്കുന്നത് 2 നിലകളിലാണ്. അത് ഞാൻ തൊട്ടു മുമ്പ് വായിച്ച വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യ പുനഃസ്ഥാപനം 2 നിലകളിൽ. ഒന്ന്, ദൈവം നിന്റെ ന്യായവിധികളെ മാറ്റി. നീ അനുസരണക്കേട് കാണിച്ചപ്പോൾ, നിന്റെ ഭക്തി ഒന്ന് കുറഞ്ഞപ്പോൾ, നിന്റെ വിശ്വസ്തത ഒന്ന് കുറഞ്ഞപ്പോൾ, നിന്റെ വിശുദ്ധിയുള്ള ജീവിതം ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ നിന്റെ മേലെ ഒരു ന്യായവിധി കൽപ്പിച്ചാക്കി. അതാകുന്നു ഈ പ്രവാസം. ഇപ്പോൾ ഞാൻ ആ ന്യായവിധികളെ മാറ്റി നിന്നിൽ നിന്നും എടുത്തു. നിന്റെ മേലെ ഒരു വലിയ ഭാരം തലമേൽ വെച്ചു. ആ ഭാരത്തെ ഞാൻ എടുത്തു. ഇനി നിനക്ക് തല നിവർന്ന് നിൽക്കാം. ആദ്യം ഈ വലിയൊരു ഭാര ചുമട് കൊണ്ട് നീ വളരെ കുനിഞ്ഞ് വളരെ ഭാരപ്പെടുന്നു. ഇപ്പോൾ ആ ചുമടിനെ ഞാൻ എടുത്തു. അതാ നിന്റെ മേലുള്ള ന്യായവിധിയെ ഞാൻ മാറ്റി. ഇത് ഒന്നാമത്തെ പുനഃസ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. 2, അവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ശത്രുവിനെ ഞാൻ നീക്കി കളഞ്ഞിരിക്കുന്നു. നിന്നെ പ്രവാസത്തിൽ ഏൽപ്പിക്കുക, നിന്നെ കഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഒരു ശത്രുവിനെ വച്ചിരുന്നു. ഒരു ശത്രുവിനെ ഞാൻ നിയമിച്ചാക്കി. ഇപ്പോൾ ഇതാ ഞാൻ ആ ശത്രുവിനെ എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. അത് ബാബിലോൺ രാജാവിനെ കുറിച്ച് അവിടെയുള്ള ആ ഒരു ഭരണകൂടത്തെ ആണ് അത് സൂചിപ്പിക്കുന്നത്. നിന്റെ ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം പേർഷ്യൻ രാജാവ് വന്ന് അവരെ തോൽപ്പിച്ച് ഇവരെ വിടുവിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്താണ് ഇവരെ വിടുവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? പ്രവാസത്തിൻ്റെ നമ്മുടെ കഷ്ടത അവസാനം നമുക്കൊരു വിടുതലുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കും, നമ്മെ ഇങ്ങനെയൊക്കെ ബന്ധിച്ച് വച്ചിരിക്കുന്നവർ, നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി വച്ചിരിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ നമുക്കൊന്നിലും ഉയരുവാൻ പറ്റാതെ, ഒന്നിലും നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിക്കാതെ ഇങ്ങനെയൊക്കെ എല്ലാ കാലം തുടരും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ റിസ്റ്റോറേഷൻ വന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പുനഃസ്ഥാപനം അടുത്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. പുനഃസ്ഥാപനത്തിൻ്റെ അവസാന ഘട്ടത്തെത്തി, നിങ്ങൾ പ്രവാസത്തിൻ്റെ അവസാന ഘട്ടത്താണ് എത്തി നിൽക്കുന്നത്. ദൈവം നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യും. നിങ്ങൾക്കെതിരായി വന്ന എല്ലാ ദോഷ ശക്തികളെയും നീക്കിക്കളയും. പാപത്തിൻ്റെ പ്രവൃത്തികൾ നീക്കിക്കളയും. തിന്മകളുടെ പ്രവൃത്തികൾ നീക്കിക്കളയും. എവിടെയൊക്കെയാണോ അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ പിശാച് കൊണ്ടുവന്ന് നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിച്ചിരിക്കുന്നത്, അതെല്ലാം നീക്കി ദൈവം നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം മടക്കി തന്ന് നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനുള്ള വഴി വാതിലുകളെ ദൈവം തുറന്നു തരും ഒന്നാമത്തെ പുനഃസ്ഥാപനം തന്നെ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കുക. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്തരുത്. നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ നിരാശപ്പെടരുതെന്നാണ് ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ഇനി നീ ഭയപ്പെടരുത്, ഇനി നീ ഭ്രമിച്ചു പോകരുത്. നിങ്ങൾ പ്രവാസത്തിലായിരിക്കാം, ഡു നോട്ട് ഫിയർ. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദൈവത്തിൽ നിങ്ങളുടെ ശ്രദ്ധ അർപ്പിക്കുക. കർത്താവിലേക്ക് നോക്കുക. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. നിങ്ങളെ വിടുതൽ ചെയ്യും പ്രിയമുള്ളവരെ. എന്നെയും നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്നത്. എന്നെയും നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. കഷ്ടതകൾ വരട്ടെ, പ്രവാസങ്ങൾ വരട്ടെ, നല്ലതിന് വേണ്ടിയാണ് എന്നെ ഒരുക്കിയെടുക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ പണിതെടുക്കുന്ന ഒരു അനുഭവം ദൈവത്തിന് എന്നെ കൊണ്ട്, എൻ്റെ കുടുംബത്തെ കൊണ്ട്, എൻ്റെ ദേശത്തെ കൊണ്ട്, സഭയെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കഷ്ടത വരുന്നത്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എനിക്കുള്ള പുനഃസ്ഥാപനം വന്നുകൊണ്ടേയിരിക്കുന്നു. ന്യായവിധികളെയൊക്കെ മാറ്റി എൻ്റെ ശത്രുവിനെ എൻ്റെ മുമ്പിൽ നീക്കുന്ന ഒരു കാലഘട്ടം. വിശ്വസിക്കുക പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് നഷ്ടമായ സന്തോഷം ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകും. ദൈവം തിരികെ നൽകും. അത് എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ദൈവം അത് തിരികെ നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. രണ്ടാമത്തേത് റെസ്റ്റോറേഷൻ ഫാർ എന്നതാണ്. പുനഃസ്ഥാപനം ദൂരത്ത്. സെഫന്യാ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് സെഫന്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ക്രിസ്താഗമനവുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപനമാണ്.
400 വർഷത്തിന് സെമന്യാ പ്രവാചകനും 400 വർഷത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നു, തൊട്ടടുത്ത് ക്രിസ്തു ജനിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആഗമനം, ഒന്നാമത്തെ ആഗമനവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടാമത്തെ പുനഃസ്ഥാപനം ദൈവം ലോകത്ത് സ്ഥാപിച്ചത്. ഇതിൻ്റെ പ്രത്യേകത ഇമ്മാനുവേൽ എന്നതാണ്. ഇമ്മാനുവേൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമ്മോട് കൂടെ അല്ലേ, ഇമ്മാനുവേൽ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ദൈവം നമ്മോടൊപ്പം കൂടെ വന്ന് വസിക്കുന്ന ഒരു അനുഭവമാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമ്മളെ ഒന്നാമത്തെ പ്രവാസത്തിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് രണ്ടാമത്തെ പ്രവാസത്തിലൂടെ നാം ഇങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തെ പ്രവാസകാലം നമുക്ക് കഴിഞ്ഞു. ജാതികളായിരുന്നു നമ്മെ ദൈവം വിടുവിച്ചു, ജാതികളുടെ അടിമത്തത്തിൽ നിന്നൊക്കെ വിടുവിച്ചു അല്ലേ, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ സ്വതന്ത്രരാക്കി കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രവാസത്തിൻ്റെ കണികകൾ, അനുഭവങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇതിന് നടുവിൽ രണ്ടാമത്തെ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ഇമ്മാനുവേലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ച് നമ്മോട് കൂടെ വസിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി. ഇന്ന് അതാണ് നാം ഈ ദിവസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യെസ്, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മുട്ടുകുത്തുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ എന്നോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം, രാത്രി പകലെന്നില്ലാതെ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യേശു. ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ, ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോൾ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു യേശു, ഇമ്മാനുവേൽ. നിങ്ങൾ ക്ഷണിക്കുമ്പോൾ യേശുവേ എന്നോട് കൂടെ വരണമേ, പരീക്ഷയ്ക്കായി പോകുമ്പോൾ യേശുവേ എന്നോട് കൂടെ വരണമേ, ജോലിക്കായി പോകുമ്പോൾ എന്നോട് കൂടെ വരണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ, എനിക്ക് ഉപദേശിച്ച് തരണമേ, ഞാൻ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറയുമ്പോൾ നമ്മോട് കൂടെ വരുന്ന ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഗോഡ് ഈസ് വിത്ത് us. ദൈവം നമ്മോട് കൂടെ. എത്ര ധന്യമായ അനുഭവം. ഈ ക്രിസ്മസ് നാളുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? പുത്തിരി കത്തിക്കുന്നതും നക്ഷത്രം തൂക്കുന്നതും പുൽക്കൂട് അലങ്കരിക്കുന്നതും ഒക്കെ കാലം കുറയായി അല്ലേ, കാലം കുറയായി. കരോൾ പാടുന്നത് എത്രയോ കാലം കുറയായി അല്ലേ, തപ്പോടും അതൊക്കെ ആർത്ത് പാടി എങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലേ. എവിടെയൊക്കെയോ നാം ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, നിന്നോട് കൂടെ ഇമ്മാനുവേൽ കൂടെ ഉണ്ടോ? ചോദ്യം ഇതാണ്. ഇമ്മാനുവേൽ നിന്നോട് കൂടെ സഞ്ചരിക്കുന്നുണ്ടോ? നീ ഇമ്മാനുവേലിനോട് കൂടെയാണോ സഞ്ചരിക്കുന്നത്? ദൈവത്തോട് കൂടെയാണോ? ദൈവം നമ്മോട് കൂടെ. ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ടോ? നിങ്ങൾ ആ ദൈവത്തോട് കൂടെയാണോ സഞ്ചരിക്കുന്നത്? വലിയൊരു പ്രസംഗത്തിൻ്റെ ഒരു ചിന്തയാണ്, ധ്യാനത്തിൻ്റെ വിഷയമാണ് പ്രിയരെ. വേദപുസ്തകം പറയുന്നു, ഇതേ ഭാഗത്ത് സെമന്യാ 3:17 പറയാണ്, യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഉണ്ട്. നീ കാണുന്നുണ്ടോ? നീ കാണുന്നില്ല, കാരണം നീ കണ്ണടയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ലോക കാഴ്ചകളാണ്. ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മധ്യേ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്ന ദൈവത്തെ, ഇമ്മാനുവേൽ, അതിന് നിങ്ങൾ കാണുന്നില്ല. ഈ ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഈ ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യം, ഇമ്മാനുവേലിൻ്റെ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അനുഭവത്തെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും പ്രിയമുള്ളവരെ. ഒന്ന് കണ്ണടച്ച്, ഒന്ന് കൈകൂപ്പിയേ, ഒന്ന് മുട്ടുകുത്തിയേ, ദൈവസന്നിധിയിൽ വിനയപ്പെട്ട്. നിങ്ങളുടെ പുറം കാഴ്ചകൾ നിങ്ങൾ വേറിട്ട് വരുമ്പോൾ അകക്കാഴ്ചയിലൂടെ നിങ്ങൾക്ക് ഈ ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായി സാധിക്കും. ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഓരോ മേഖലയുടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ നിങ്ങളോട് കൂടെ നിങ്ങളുടെ മധ്യയിരിക്കുന്ന യേശുവിനെ അനുഭവിക്കുവാനായി സാധിക്കും പ്രിയമുള്ളവരെ. ഇമ്മാനുവേൽ നൽകുന്ന വാഗ്ദാനം അതാണ് പ്രിയമുള്ളവരെ, പുനഃസ്ഥാപനം. എന്നെയും നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യുന്ന കർത്താവ് യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന വേദനകൾ, നൊമ്പരങ്ങൾ, തകർച്ചകൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ, ഏകാന്തതകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖ ദുരിതങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, തകർച്ചകൾ, മാനസാന്തരം ഇല്ലാത്ത അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളുടെ ഒക്കെ നിങ്ങൾ ചൊല്ലുമ്പോൾ, എല്ലാം കലുഷിതമായിരിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ച് മുട്ടുകുത്തിയെ പ്രാർത്ഥിച്ച്, യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ആ ദൈവത്തെ നിനക്ക് അനുഭവിച്ചുണരുവാനായി സാധിക്കും. ഒന്ന് വിളിച്ച് ഹൃദയം കൊണ്ട്, യേശുവേ, യേശുവേ. ആസാരാജാവ് പ്രാർത്ഥിച്ചു, യഹോവേ എന്നെ സഹായിക്കണമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ,
ദൈവം നമ്മെ പുനഃസ്ഥാപനം ചെയ്യും. അതിലൂടെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത്, ദൈവം നിന്നിൽ അത്യന്തം സന്തോഷിക്കും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മിൽ സന്തോഷിക്കും. നമ്മോട് കൂടെ ഇമ്മാനുവേലിനെ നാം കൂട്ടിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മോട് കൂടെ കൊണ്ടുപോയാൽ, നമുക്ക് കൂടെ കൂട്ടിയാൽ ദൈവം നമ്മിൽ സന്തോഷിക്കും പ്രിയമുള്ളവരെ. കാരണം നാം ദൈവത്തിൻ്റെ പൈതലായി കഴിഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ അംശയായി കഴിഞ്ഞു. എത്ര സന്തോഷം, എത്ര സന്തോഷം പ്രിയമുള്ളവരെ. ഒരു പ്രൈം മിനിസ്റ്റർ വന്ന് നിങ്ങളുടെ വീട്ടിൽ, രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ വന്ന് നിങ്ങളുടെ മകനെ മകളെ തന്നോടൊപ്പം കൂട്ടുകയാണെന്ന് ചിന്തിക്കുക, തന്നോടൊപ്പം കൂടെ കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമോ ഇല്ലയോ? ആ മനുഷ്യനോട്, ആ പ്രൈം മിനിസ്റ്ററോട് ഉണ്ടാകുന്ന നിങ്ങളുടെ വാത്സല്യം, നിങ്ങളുടെ സ്നേഹം, സന്തോഷം ഭയങ്കരമായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ നിങ്ങളോടൊപ്പം കൂട്ടുമ്പോൾ പിതാവായ ദൈവം നമ്മിൽ അത്യന്തം സന്തോഷിക്കും. അത്യന്തം. ചോദ്യം, നമ്മുടെ പിതാവായ ദൈവം നമ്മിൽ സന്തോഷിക്കുന്നുണ്ടോ? കാലം കുറയായി അല്ലെ, കാലം കുറയായി കൊട്ടും കുരവയുമായി എന്തൊക്കെയോ നാം ചെയ്യുന്നുണ്ട്, കൈയടിച്ച് പാർന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ യേശുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? ഈ ഇമ്മാനുവേലിനെ കൂടെ കൂട്ടിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? കൂടെയാണോ? ചിന്തിക്കുക. 17-ാം വാക്യത്തിൻ്റെ 4-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ദൈവം ഘോഷം, അത് സെക്കൻഡ് സ്റ്റേജാണ്. ആദ്യം നിന്നിൽ അത്യന്തം സന്തോഷിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. അതായത് നീ അങ്ങനെ ദൈവത്തോടൊപ്പം നാം സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ദൈവ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യരായി തീരുന്ന ആ സമയം ഘോഷത്തോടെ, അത് അട്ടർമോസ്റ്റാണ്, ലാസ്റ്റാണ്. ഘോഷത്തോടെ ദൈവം നിന്നിൽ ആനന്ദിക്കും എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ അനാഥരാക്കിയിട്ടില്ല, ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. നാമാണ് ദൈവത്തെ ഉപേക്ഷിച്ചത്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ നാമാണ് ദൈവത്തെ കൈവിട്ടത്. നാമാണ് ദൈവത്തെ അനാഥമാക്കി നാം വിട്ടത്. ദൈവം നമ്മെ കൈവിടുന്നില്ല. വിളിച്ചാൽ കൂടെ പോരുന്ന ദൈവമാണ്. നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ, യഥാർത്ഥ മനസ്സോടെ, നല്ല ശരിയായ ചിന്തയോടെ ദൈവത്തെ വിളിച്ചാൽ നമ്മോട് കൂടെ പോരുന്ന ഒരു ദൈവമാണ്. കൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. നമ്മെ സംരക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. നമ്മെ ശരിയായ പാത്തിലൂടെ നടത്തി തൻ്റെ ഭവനത്തിലെത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. നമ്മുടെ സ്നേഹത്താൽ, നമ്മോടുള്ള സ്നേഹത്താൽ ദൈവം പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. 17-ാം വാക്യം വായിക്കുമ്പോൾ നമ്മോടുള്ള സ്നേഹത്താൽ ദൈവം മിണ്ടാതിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ പൊരുളെന്ന് പറയുന്നത്, നമ്മെ ദൈവം ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ഈ പുത്രന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മോട് കൂടെ ചേർക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ചേർക്കുമെന്ന് കരുതിയാണ് സ്നേഹത്താൽ ദൈവം നമ്മെ ശിക്ഷിക്കാതെ, ദൈവം നമ്മെ തകർത്ത് കളയാതെ ദൈവം ജീവനോടെ ഈ ലോകത്ത് ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത്. എത്ര വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുന്ന മുഖത്തും എല്ലാം ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്, സത്യമാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവമില്ല. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവില്ല. നമ്മുടെ ചിന്തകൾ, ഉണർവുകൾ, തീരുമാനങ്ങൾ ക്രിസ്തുവില്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നു. ഫലം, പരിണിതഫലം ശിക്ഷാവിധിയാണ്. പക്ഷേ ഇപ്പോഴും ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്താൽ, എന്നോട് നിങ്ങളോടൊപ്പം സ്നേഹത്താൽ ദൈവം മിണ്ടാതിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ രക്ഷകനെ, തൻ്റെ പുത്രനെ കൂടെ കൂട്ടിക്കൊള്ളും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ സകല കഷ്ടതകളിൽ നിന്നും യേശു നമ്മെ വിടുവിക്കും. നമ്മുടെ ഉയർച്ചകളിൽ നമ്മുടെ താഴ്ചകളിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തും. നമുക്ക് നിത്യരാജ്യത്തിൻ്റെ അനുഭവം തരും. പുനഃസ്ഥാപനം ദൂരത്തുനിന്ന് അർത്ഥമാക്കുന്നത് മരണമാകുന്ന വാതിൽ കടന്ന് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യത എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നന്മ ദൈവം നമുക്ക് നൽകുമെന്നാണ് ഈ സെഫന്യാ പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നത്. ദൈവം നമ്മെ രക്ഷിക്കും. ദൈവം തൻ്റെ രക്ഷ നമുക്ക് നൽകുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ രക്ഷയ്ക്കായി നാം പ്രതീക്ഷിക്കണം. ഈ ക്രിസ്മസ് കാലഘട്ടത്ത്, ക്രിസ്താഗമനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രിയമുള്ള രക്ഷയ്ക്കായി പ്രതീക്ഷിക്കുക. എൻ്റെ രക്ഷ എന്താണ്? ദൈനംദിനമുള്ള ജീവിതത്തിലുള്ള രക്ഷ. എൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ എന്നെ മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്ന, വരാൻ പോകുന്ന ഒരു വലിയ രക്ഷയുണ്ടല്ലോ. ആ രക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് ശാശ്വതമായ ഒന്ന്, അതാണ് ഏറ്റവും ഫലവത്തായ ഒന്ന്, അതാണ് ഏറ്റവും ഉന്നതമായ ഒന്ന്,
അതാണ് ശ്രേഷ്ഠമായ ഒരു അനുഭവം, പ്രിയമുള്ളവരെ. അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷമതകളും അകറ്റുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം കർത്താവിൽ വിശ്വസിക്കണം. ആ കർത്താവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. അവൻ്റെ വചനങ്ങൾ പൂർണ്ണമായി ഹോൾഡ് ചെയ്യുക, വിശ്വസിക്കുക. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. കർത്താവ് നൽകുന്ന രക്ഷയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവം ആ വക നന്മകളാൽ നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ ചോദ്യപ്രകാരമാണ്: നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എന്താണ്? നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എന്താണ്? നിങ്ങളുടെ വിലയേറിയ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വചനം ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും ദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളോട് കൂടെ എന്ന് കാത്തുപരിപാലിച്ച് വഴി നടത്തുന്ന സർവശക്തനായ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്താഗമനത്തിൽ 3-ാമത്തെ ഞായറാഴ്ച ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ വചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ രക്ഷകനായ യേശുവെ എല്ലാ നിലകളിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു പിതാവേ. അങ്ങല്ലാതെ ഒരു ദൈവം ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ ഒരു ബലം ഞങ്ങൾക്കില്ല. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. സ്തോത്രം പിതാവേ. ഞങ്ങളുടെ ബലം ചോർന്നു പോകാതെ വേണം ഇമ്മാനുവേൽ എന്ന ദാനത്തെ ഞങ്ങളുടെ ജീവിതത്തോടൊപ്പം കൂട്ടുവാൻ, അതോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കേണ്ട കൃപ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകൾ നൽകുന്ന രക്ഷ ജീവിതത്തിലപ്പ നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം ഇമ്മാനുവേൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ രക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ പിതാവേ. ഈ പുതിയ ആഴ്ച എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹം നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യത്തിന്റെ മറൽ മറയ്ക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിയണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. കൈകാലുകൾക്ക് ബലം നൽകണമേ. ഞങ്ങളുടെ ദിനചര്യകളെ ദൈവം ആശീർവദിക്കണമേ. അപ്പ ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച് ഒരുക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവല്ലാതെ ഒരു രക്ഷ ഞങ്ങൾക്കില്ല, കർത്താവല്ലാതെ നന്മ ഞങ്ങൾക്കില്ല. അങ്ങാകും ഞങ്ങളുടെ സർവസ്വം. സ്തോത്രം സ്തോത്രം ചെയ്യുന്നു പിതാവേ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറൽ മറയ്ക്കണമേ, ശക്തീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ആഴ്ചക്കാലം ദൈവം ഞങ്ങളോട് കൂടി ഇരിക്കണമേ, കൃപയും ബലപ്പെടുത്തണമേ. നീമതി യേശു ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുക. ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്കായി, മക്കൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവ്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അപ്പ ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്തുവിൽ വളരുവാനും വളർത്തപ്പെടുവാനും വിശ്വാസത്തിൽ പരിശുദ്ധിയോടെ ജീവിക്കേണ്ട കൃപ നൽകി സഹായിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങേക്കുള്ളതല്ലോ. ആമീൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപ, സമാധാനം, അനുഗ്രഹം, നന്മ നിങ്ങൾ എല്ലാ പേരോടും ഇന്നും വന്ന് സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയരെ, പ്രതീക്ഷകൾ നൽകുന്ന രക്ഷ നഷ്ടമാക്കാതെ പ്രതീക്ഷയോടെ ഇമ്മാനുവേലിനെ കൂടെ കൂട്ടാം. ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാം, രക്ഷ സമ്പാദിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.